നൂറിലധികം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ധൈര്യം പകർന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഈ വനിതാ ദിനത്തിൽ പറയുന്നത്. കുറ്റിപ്പുറത്തെ ചോറും മീനും എന്ന ഹോട്ടൽ പ്രദേശത്തെ 100ഓളം വീട്ടമ്മമാർ നിയന്ത്രിക്കുന്ന ഒന്നാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നത് മുതൽ വിളമ്പുന്നതും ശുചീകരണവും അടക്കം വീട്ടമ്മമാരാണ് ചെയ്യുന്നത്. സ്വന്തം അമ്മമാരുടെ കൈകളാൽ വിളമ്പിക്കഴിച്ച ഫീലിൽ വയറും മനസ്സും നിറഞ്ഞ് മടങ്ങാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ സന്ദേശമാണ് വനിതാ ദിനം നൽകുന്നതെങ്കിൽ അതിന് ഇതിലും നല്ല ഉദാഹരണമോ സന്ദേശമോ ഇനി വേറെയില്ല. മലപ്പുറം കുറ്റിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ചോറും മീനും ഭക്ഷണത്തിന്റെ സ്വാദ് കൊണ്ടും വെറൈറ്റി കൊണ്ടും പ്രശസ്തമാണ്. മീനുകളുടെ വൈവിധ്യവും സ്വാദും കൊണ്ട് ശ്രദ്ധേയമായ ചോറും മീനും നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വനിതാ ദിനം സ്പെഷ്യലായാണ്. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ചോറും മീനും എന്ന ഈ ഹോട്ടൽ തന്നെയാകും. സാധാരണഗതിയിൽ മിക്ക ഹോട്ടലുകളിലും ജോലിക്കാർ പുരുഷന്മാരാണെങ്കിൽ ഇവിടെ 90% സ്ത്രീകളാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നതു മുതൽ വിളമ്പുന്നതും ശുചീകരണവും അടക്കം എല്ലാം സ്ത്രീകളുടെ കയ്യിൽ. ഇവരെ സഹായിക്കുന്നതിനു മാത്രമാണ് ഏതാനും പുരുഷന്മാരെ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. പെണ്ണൊരുമയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ പലരും സ്ഥാപനം ആരംഭിച്ച് വൈകാതെ തന്നെ ജോലിക്കെത്തിയവരാണ്. തങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണെന്ന് ജീവനക്കാർ ഒരേ സ്വരത്തിൽ പറയുന്നു. കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്താണ്, പക്ഷെ ഇവിടെ നല്ല സന്തോഷമുണ്ട്. സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിനുള്ള ഒരു ദിവസത്തെയാണ്. അപ്പോൾ എന്ത് പറയുന്നു നിങ്ങൾക്ക് ഒരു സന്തോഷം? ഇവിടെ ജോലി ചെയ്യാനുള്ള സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയാണ്, ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ്. നല്ലതന്നെ. എവിടുന്നാ വരുന്നത്? കാലടി. ഇവിടെ എത്തിയിട്ട് കുറേ കാലമായി? 2 മാസമായി. 2 മാസം. ഇതിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ ഹോട്ടലുകളിലൊക്കെ? ഇല്ല, വർക്ക് ചെയ്തില്ല. അപ്പോൾ അവിടുന്നും ഇവിടെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? നമുക്ക് ഇങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാനൊരു എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യവും കാര്യങ്ങളും? നല്ലൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കൊരു ഒന്നും തോന്നുന്നില്ല. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അല്ല, ഞങ്ങളെല്ലാവരും ഒരു വീട് എന്നൊരു കുടുംബം പോലെയാണ്. എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നു. സ്പീഡായിട്ട് വർക്ക് ചെയ്യണം. അതിലുള്ള 5 മണിക്കൂറാണെങ്കിലും നല്ല സ്പീഡാണ്. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളാണല്ലോ ഇവിടെ. അവരും അതെ നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാലത്ത് നേരത്തെ വരും. അങ്ങനെയൊക്കെ കഴിക്കാനെത്തുന്നവരുടെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്നവരാണ് ഈ അമ്മമാർ. സന്തുഷ്ടരായാണ് ഉപഭോക്താക്കൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. നോർമലി ഇവിടെ ഉള്ളത് ഒരു കുടുംബശ്രീ പോലെയുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണല്ലോ അവർ ചെയ്യുന്നത്. ഇവരുടെ ആ കൈപ്പുണ്യം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക്. പിന്നെ മാഡം ഓൾറെഡി കോട്ടയമാണ്, ഞാൻ ഓൾറെഡി തിരൂരാണ്. ഞങ്ങൾ ഇത് ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പ്ലസ് ഞങ്ങളെ വീണ്ടും ഇങ്ങോട്ട് വരാൻ ഇൻസ്പയർ ചെയ്തതും ഇവരുടെ ആ ഫുഡിൻ്റെ ടേസ്റ്റാണ്. എവിടുന്നാണ് വന്നിട്ടുള്ളത്? ഞങ്ങൾ എടപ്പാള. വരാറുണ്ടോ? ഇല്ല, ഇവിടെ ഫസ്റ്റ് ടൈമാണ്. എന്താണ് വന്നിട്ടൊരു കുഴപ്പമില്ല, നല്ലതാണ്. കളാഞ്ചി കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കളാഞ്ചി ചോറും മീനും എന്ന ആശയം ആരംഭിക്കുമ്പോൾ തന്നെ ഉടമ രാജീവിന്റെ ഏക നിർബന്ധം ജോലിക്ക് മുഴുവൻ ചുറ്റുവട്ടത്തെ സാധാരണക്കാരായ വീട്ടമ്മമാരായിരിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോട്ടലിന്റെ 20 കിലോമീറ്റർ വരെ ചുറ്റളവിൽ താമസിക്കുന്നവരാണ് എല്ലാവരും. അതാത് ദിവസം വീട്ടിൽ പോയി വരാൻ പറ്റുന്ന രീതിയിലാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയവും. ജോലി അന്വേഷിച്ചെത്തുന്ന ഒരു വീട്ടമ്മ പോലും ഇവിടെ നിന്ന് നിരാശരായി മടങ്ങേണ്ടി വരില്ലെന്ന് മാനേജർ വിഷ്ണു പറയുന്നു. ഞാൻ ഓണർ രാജീവിൻ്റെ ഫ്രണ്ട് കൂടിയാണ്. ഞാൻ മൂപ്പരുടെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷത്തിന് മുകളിലായി ഈ ഹോട്ടൽ ബിസിനസ്സിൽ. ഹോട്ടൽ ബിസിനസ് ഇത് മാത്രമല്ല, നമുക്ക് വേറെയും റെസ്റ്റോറൻറ്റുകളുണ്ട്. പക്ഷേ ഇത് നമ്മൾ വീട്ടമ്മമാരെ നല്ലൊരു തൊഴിലവസരം കൂടി ഉദ്ദേശിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻറ്റാണ്. അവർക്ക് സൗകര്യപ്രദമായ ഒരു ടൈമിൽ വന്ന് ജോലി ചെയ്യാനും, അപ്പോൾ രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളവരുണ്ടാവും. രാവിലെ ഒരു 10-10:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും അവർ ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ടൈമിൽ അവർക്ക് ജോലി ചെയ്ത് പോകാം. അങ്ങനെ വീട്ടമ്മമാരെ മാക്സിമം
അവർക്ക് തൊഴിലവസരം നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്. ചോറും മീനും എന്ന പേരിൽ കുറ്റിപ്പുറത്തെ സ്പെഷ്യൽ ഊണ് കേന്ദ്രം ആരംഭിച്ചിട്ട് വർഷം 1 ആവാറായി. ഒറ്റമുറിക്കടയിൽ ആരംഭിച്ച കച്ചവടം വികസിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് ചോറിന്റെയും മീനിന്റെയും രുചി തേടി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ്, കുറ്റിപ്പുറം.